2018 ഓഗസ്റ്റ് 18 കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരിക്കലും മറക്കാനാകാത്ത ഒരു ദിവസമായിരുന്നു. സാധാരണ നിലയിലുള്ള കർക്കിടക മഴയുടെ പര്യവശേഷിപ്പെന്ന നിലയിൽ ഓഗസ്റ്റ് 15 പെയ്തിറങ്ങിയ മഴ കേരളത്തിന്റെ ചരിത്രത്തെ തന്നെ തിരുത്തിയിട്ടായിരുന്നു അന്ന് പെയ്തൊഴിഞ്ഞു. അത് മഴ മാത്രമായിരുന്നില്ല. നദികൾ കരകവിഞ്ഞൊഴുകുകയും അണക്കെട്ടുകൾ തുറക്കപ്പെടുകയും ചെയ്തതിനാൽ കേരളം ഒരിക്കലും കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള വെള്ളപ്പൊക്കമായിരുന്നു അന്ന് ഉണ്ടായത്. റോഡുകൾ അപ്രതീക്ഷിതമാവുകയും റെയിൽ പാളങ്ങൾ വെള്ളത്തിനടിയിലാവുകയും വീടുകൾ മിക്കതും വെള്ളത്തിലേക്ക് ആണ്ടുപോവുകയും ചെയ്തിരുന്നു. ആശുപത്രികളിൽ മരുന്നുകൾക്ക് കടുത്ത ക്ഷാമമുണ്ടായെങ്കിൽ പല പ്രദേശങ്ങളിലും വൈദ്യുതിയും ടെലിഫോൺ ബന്ധവും ഇല്ലായിരുന്നു. ആയിരക്കണക്കിന് മനുഷ്യർ സ്വന്തം വീടുകളുടെ മേൽക്കൂരകളിൽ കുടുങ്ങിക്കിടന്നുകൊണ്ട് ഒരിറ്റ് ഭക്ഷണത്തിനും കുടിവെള്ളത്തിനുമായി വീണു. ചിലർ പ്രാണരക്ഷയ്ക്കുള്ള ഒരു ബോട്ടിനായി വെള്ളത്തിലേക്കും ഹെലികോപ്റ്റർ വരുമോ എന്ന ആകാംക്ഷയോടെ ആകാശത്തേക്കും ഉറ്റുനോക്കി. അതായിരുന്നു 2018 ഓഗസ്റ്റ് 18 കേരളം. UN-ന്റെ പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ്സ് അസസ്മെന്റ് പ്രകാരം ജൂൺ 1 മുതൽ ഓഗസ്റ്റ് 18 വരെയുള്ള കാലയളവിൽ 5.4 മില്യൺ ആളുകളെ ദുരന്തം ബാധിച്ചു. ഏകദേശം 1.4 മില്യൺ ആളുകൾ പുനരധിവാസത്തിലേക്ക് മാറ്റപ്പെട്ടു. വെള്ളപ്പൊക്കത്തിലും കേരളമൊട്ടക്കം നടന്ന 341 മണ്ണിടിച്ചിലുകളിലും പെട്ട് 433 ആളുകളാണ് മരണപ്പെട്ടത്. കേരളത്തിലെ 37 അണക്കെട്ടുകൾ അധിക ജലം നിയന്ത്രിക്കാൻ തുറന്നു വിടേണ്ടി വന്നു. എന്നാൽ ഈ കണക്കുകൾ കേൾക്കുമ്പോൾ പോലും 2018 ഓഗസ്റ്റ് 18 കേരളത്തിൽ സംഭവിച്ചതിൻ്റെ യഥാർത്ഥ ഭീകരത മനസ്സിലാക്കണമെന്നില്ല. അത് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ആദ്യ ദിവസത്തിലേക്ക് തന്നെ മടങ്ങണം. ഓഗസ്റ്റ് 15, 2018. അന്ന് കേരളത്തിൽ ആദ്യമായി 35 അണക്കെട്ടുകളുടെ കവാടങ്ങൾ ഒരേ സമയം തുറന്നു കിടന്നു. ഇടുക്കി ഡാം ഉൾപ്പെടെ പ്രധാന റിസർവോയറുകളിൽ ജലനിരപ്പ് അപകടകരമായ നിലയിലേക്ക് എത്തിയിരുന്നു. പമ്പാ നദി പതിറ്റാണ്ടുകളിലെ ഏറ്റവും വലിയ വെള്ളപ്പൊക്കം നേരിട്ടു. മൂന്നാർ പോലുള്ള ഉയർന്ന പ്രദേശങ്ങൾ മണ്ണിടിച്ചിൽ മൂലം ഒറ്റപ്പെട്ടു. തൽസ്ഥിതി ഒരു ദിവസം പിന്നിട്ടതോടെ സംസ്ഥാനത്ത് ഔദ്യോഗികമായി 105 മരണങ്ങൾ രേഖപ്പെടുത്തി. 87 മണ്ണിടിച്ചിലുകൾ രേഖപ്പെടുത്തുകയും അപ്പർ കുട്ടനാട് വലിയ തോതിൽ വെള്ളത്തിനടിയിലാവുകയും റോഡ് ഗതാഗതം താറുമാറാവുകയും കൊച്ചിയിലെ മെട്രോ ഗതാഗതം പോലും നിർത്തിവെക്കുകയും ചെയ്തു. എന്നാൽ വലിയ ദുരന്തത്തിന്റെ ട്രെയിലർ മാത്രമായിരുന്നു അന്ന് നടന്നത്. ഒരു ദിവസം കൂടി പിന്നിട്ടപ്പോൾ കേരളത്തിലെ പല ഭാഗങ്ങളിലും വെള്ളം കുതിച്ചുയരുകയായിരുന്നു. കുട്ടനാട്, ചെങ്ങന്നൂർ, റാന്നി, ആറന്മുള, കോവഞ്ചേരി, ചാലക്കുടി, ആലുവ, നോർത്ത് പറവൂർ, അങ്കമാലി, ഇടുക്കി, വയനാട് തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും രൂക്ഷമായി. അങ്ങനെ പല പ്രദേശങ്ങളും പുറം ലോകത്തു നിന്നും വേർപെട്ടു. ആ ഒരൊറ്റ ദിവസത്തിനകം 3 ലക്ഷത്തിലധികം ആളുകൾ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റപ്പെട്ടു. കുട്ടനാട് മേഖലയിൽ മാത്രം ഏകദേശം 1.5 ലക്ഷം വീടുകൾ ഉപേക്ഷിക്കപ്പെട്ട നിലയിലായി. KCB ആയിരക്കണക്കിന് ട്രാൻസ്ഫോമറുകൾ ഓഫ് ചെയ്തു. അത്രമേൽ വെള്ളം ഉയരുകയായിരുന്നു. ഓഗസ്റ്റ് 18 പ്രഭാതമായപ്പോൾ കേരളത്തിന് മുന്നിൽ അവശേഷിച്ചത് ഒരേ ഒരു ചോദ്യം മാത്രമായിരുന്നു: കേരളത്തെ ഇനി ആര് രക്ഷിക്കും? ആ ചോദ്യം അങ്ങേയറ്റം പ്രസക്തമായിരുന്നു. കാരണം രക്ഷിക്കാനുള്ള മനുഷ്യരുടെ എണ്ണം രക്ഷിക്കാൻ ക്രമീകരിക്കുന്ന സംവിധാനങ്ങളുടെ ശേഷിയേക്കാൾ വളരെ വലുതായിരുന്നു. ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ, കുട്ടനാട് പ്രദേശങ്ങളിലെ സ്ഥിതി അതീവ ഗുരുതരമായിരുന്നു. വെള്ളം അതിശക്തമായി കുത്തി ഒഴുകുകയായിരുന്നു അവിടെ. ബോട്ടുകൾക്ക് മാത്രമല്ല, ഹെലികോപ്റ്ററിന് പോലും പല സ്ഥലങ്ങളിലേക്ക് എത്തുവാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു. മുകളിൽ മഴ, താഴെ വീടുകൾ, ചുറ്റും വെള്ളം. അതിനിടയിൽ ആയിരക്കണക്കിന് മനുഷ്യർ സഹായത്തിനായി കാത്തിരിക്കുന്നു. കുട്ടികളും ഗർഭിണികളും വയോധികരും ഉൾപ്പെടെ ആയിരങ്ങൾ അവിടെ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. പൊട്ടിക്കരഞ്ഞുകൊണ്ട് തൻ്റെ മണ്ഡലത്തിലെ ജനങ്ങളെ രക്ഷിക്കാൻ അന്നത്തെ ചെങ്ങന്നൂർ MLA സജി ചെറിയാൻ നടത്തിയ അഭ്യർത്ഥന ആർക്കും മറക്കാനാകാത്തതാണ്. 10,000-ലധികം ആളുകളായിരുന്നു അവിടെ ഒറ്റപ്പെട്ട് നിലവിളിച്ചത്. കേരളത്തിലെ ആതുരാലയങ്ങൾ പോലും വലിയ പ്രതിസന്ധിയിലായി. പ്രളയത്തിൽ നിന്നും തെറ്റിയൊഴിഞ്ഞു വരുന്നവരെ ജീവനോടെ നിലനിർത്തുക എന്നതും വലിയ വെല്ലുവിളിയായി. ഏതായാലും ആ ദിവസം കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ റെസ്ക്യൂ ഓപ്പറേഷനാണ് നടന്നത്. NDRF, ഇന്ത്യൻ ആർമി, ഇന്ത്യൻ നേവി, ഇന്ത്യൻ എയർഫോഴ്സ്, കോസ്റ്റ് ഗാർഡ്, BSF, CISF
RIF, പോലീസ് ഫോഴ്സ്, ഫയർഫോഴ്സ്, അവരോടൊപ്പം കേരളത്തിന്റെ സ്വന്തം സൈന്യമെന്ന പിൽക്കാലത്ത് പുകൾപ്പെട്ട മത്സ്യത്തൊഴിലാളികളും കട്ടയ്ക്ക് രംഗത്തിറങ്ങി. പിന്നീടുള്ള രക്ഷാപ്രവർത്തനം വേഗതയും ശക്തിയും നിറഞ്ഞതായിരുന്നു. വീടിനുള്ളിൽ നിന്നും കുഞ്ഞുങ്ങളെയും പ്രായമായവരെയും ഗർഭിണികളെയും എല്ലാം ഹെലികോപ്റ്ററിലെത്തിയ സൈന്യം രക്ഷപ്പെടുത്തി. ഏതായാലും കേരളം ഒരേ സമയം പല ദുരന്തങ്ങളെ നേരിട്ടു. വലിയ നഷ്ടങ്ങൾ നേരിട്ടെങ്കിലും അതിനെ മറികടന്നു. അത് അവസാനിച്ചപ്പോൾ അതിൻ്റെ വ്യാപ്തി കണക്കാക്കാൻ പോലും എളുപ്പമായിരുന്നില്ല. പലതിനും റിപ്പോർട്ടുകളും കണക്കുകളും ഉണ്ടായിരുന്നു. എന്നാൽ ഒരു കണക്കിനും പറയാനാകാത്ത നഷ്ടം വീട് നഷ്ടപ്പെട്ടവരുടെയും കൃഷി നഷ്ടപ്പെട്ടവരുടെയും ജീവിതകാല സമ്പാദ്യം നഷ്ടപ്പെട്ടവരുടെയും പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടവരുടെയും ആയിരുന്നു. എന്നാൽ ഈ ദുരന്തം മറ്റൊന്ന് ലോകത്തിന് കാണിച്ചു. കേരളം മതമോ ജാതിയോ രാഷ്ട്രീയമോ നോക്കാതെ ഒറ്റക്കെട്ടായി നിന്നു. ആരാധനാലയങ്ങളും വിദ്യാലയങ്ങളും കമ്മ്യൂണിറ്റി ഹാളുകളും എല്ലാം ദുരിതാശ്വാസ കേന്ദ്രങ്ങളായി മാറി. അപരിചിതർക്കായി ഭക്ഷണം പാകം ചെയ്തു. 2018 കേരള പ്രളയത്തിൽ ജീവൻ നഷ്ടപ്പെട്ട എല്ലാവരുടെയും സ്മരണയ്ക്ക് ആ മഹാരക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്ത ഓരോ മനുഷ്യരെയും ആദരവോടെ സ്മരിക്കുന്നു.